ഹലോ, +1 അഡ്മിഷൻ 2024 കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനത്തിലേക്കുള്ള അപേക്ഷ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സമർപ്പിക്കാവുന്നതാണ്. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനം ഉള്ളത്. എന്നാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇത്തരമൊരു സംവിധാനമില്ല. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഏത് കമ്മ്യൂണിറ്റിയുടെ മാനേജ്മെൻ്റാണോ പ്രവർത്തിക്കുന്നത് ആ കമ്മ്യൂണിറ്റിക്കാണ് അവിടെ കമ്മ്യൂണിറ്റി കോട്ട നിലവിലുള്ളത്. 20% സീറ്റ്, മൊത്തം സീറ്റുകളിൽ 20% സീറ്റ് കമ്മ്യൂണിറ്റി കോട്ടയിലൂടെയുള്ള പ്രവേശനമാണ്. കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനവും പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലൂടെ സിസ്റ്റം തന്നെയാണ് തയ്യാറാക്കുന്നത്. കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനം നടത്തുന്നത് പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലൂടെ സർക്കാരിൻ്റെ സോഫ്റ്റ്വെയറിലൂടെ തന്നെയാണ് റാങ്കുകൾ തയ്യാറാക്കുന്നത്. അവിടെ എല്ലാ വിദ്യാർത്ഥികളും ഉണ്ടായിരിക്കുകയില്ല. അതത് മാനേജ്മെൻറ്റുകൾ ഏത് കമ്മ്യൂണിറ്റിയിലാണോ ഉള്ളത് ആ വിഭാഗത്തിനാണ് അവിടെ 20% സീറ്റ് നീക്കിവച്ചിട്ടുള്ളത്. അഥവാ 60 സീറ്റുള്ള ഒരു സ്കൂളിൽ ഒരു ബാച്ചിൽ, ആ ബാച്ചിൽ 12 സീറ്റ് അതത് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കാണ് നീക്കിവെച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇതൊരു പ്രധാന അവസരമാണ്. ഏകജാലക സംവിധാനത്തിലൂടെ അപേക്ഷ നൽകിയ വിദ്യാർത്ഥികൾക്ക്, അതത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക്, മുഴുവൻ വിദ്യാർത്ഥികൾക്കും ബന്ധപ്പെട്ട സ്കൂളുകളിൽ, എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഈ മാസം 12-ാം തീയതി കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ അപേക്ഷ നൽകിയാൽ അപേക്ഷയുടെ ഡീറ്റെയിൽസ് ഓൺലൈനായി തന്നെ ഹയർ സെക്കൻഡറി വെബ്സൈറ്റായ www.hscap.kerala.gov.in എന്ന ഈ വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് ദർശിക്കാവുന്നതാണ്. ഇവിടെ കമ്മ്യൂണിറ്റി വൈസ്, സ്കൂൾ വൈസ് കമ്മ്യൂണിറ്റി ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് അവിടെ സെലക്ട് സ്കൂൾ, നിങ്ങളുടെ സ്കൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അവിടെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷ നൽകിയ എല്ലാ വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് സർക്കാരിൻ്റെ പ്രത്യേക സോഫ്റ്റ്വെയർ തന്നെയാണ്. ഉയർന്ന മാർക്ക് ലഭിച്ച കമ്മ്യൂണിറ്റി വിഭാഗത്തിൽപ്പെട്ട ആ സ്കൂളിൻ്റെ കമ്മ്യൂണിറ്റി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക്, ഉയർന്ന മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ വരുന്നതായിരിക്കും. ഏതായാലും അല്പം മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു അവസരമാണ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലുള്ള കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനം. ഇതിനുള്ള അപേക്ഷ അല്പം ചില സ്കൂളുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്കൂളുകളിലും ഓഫ്ലൈനായി തന്നെയാണ്. അഥവാ നേരിട്ട് അതത് സ്കൂളുകളിൽ നേരിട്ട് ചെന്ന് അവിടെ അതത് മാനേജ്മെൻറ്റുകൾ പ്രത്യേകം തയ്യാറാക്കിയ ഫോം വാങ്ങി അതിൽ കൃത്യമായി പൂരിപ്പിച്ച് ബന്ധപ്പെട്ട ഡോക്യുമെൻസുകളുടെ ഫോട്ടോ കോപ്പി അതിൽ അറ്റാച്ച് ചെയ്ത് ബന്ധപ്പെട്ട സ്കൂളിലെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളിന് തന്നെ നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. ഏതായാലും കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ്, ഫസ്റ്റ് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് ഈ വരുന്ന 12-ാം തീയതി അഥവാ ജൂൺ 12-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നതാണ്. ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റി കോട്ടയിലുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും, പല വിദ്യാർത്ഥികളും നിലവിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും. ഏതായാലും ഇനി കൊടുക്കാൻ ബാക്കിയുള്ള അതത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ നിർബന്ധമായും ബന്ധപ്പെട്ട സ്കൂളുകളിൽ, എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്രമാണ് ഇങ്ങനെ ഒരു സംവിധാനം നിലവിലുള്ളത്. ആയതുകൊണ്ട് വിദ്യാർത്ഥികളുടെ ചുറ്റുഭാഗത്തുള്ള എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നേരിട്ട് ചെന്ന് പ്രിൻസിപ്പളിൽ നിന്ന് അപേക്ഷാ ഫോം വാങ്ങി അവിടെ പൂരിപ്പിച്ച് എത്രയും പെട്ടെന്ന് തന്നെ, ഈ ആഴ്ചയിൽ തന്നെ എത്രയും പെട്ടെന്ന് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകണമെന്ന് അറിയിക്കുന്നു. ഏകജാലക സംവിധാനത്തിൽ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് അല്പം മാർക്ക് കുറവാണെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാന അവസരമാണ് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഈ വരുന്ന 12-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.